രാഹുൽ വിവാദം CPIM കൊഴുപ്പിച്ചതെന്തിന്? ഇടുക്കിയിലെ ഇരട്ട വോട്ടിന്റെ തെളിവുകൾ പുറത്തുവിട്ട് കോൺഗ്രസ്. 10,000-ലേറെ ഇരട്ട വോട്ടർമാരുണ്ടെന്നാണ് ആരോപണം. ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിലെ ഇരട്ട വോട്ടുകളുടെ തെളിവുകളാണ് പുറത്തുവിട്ടത്. തെരഞ്ഞെടുപ്പ് കാലത്ത് സുരേഷ് ഗോപി താമസിച്ചിരുന്ന നെട്ടിശ്ശേരിയിലെ വീട്ടിൽ അദ്ദേഹത്തിന്റെയും കുടുംബാംഗങ്ങളുടെയും 11 വോട്ടുകളാണ് ചേർത്തത്. കത്ത് അൽപായുസുള്ള വിവാദമായി കെട്ടടങ്ങുമെന്ന് പി ജയരാജൻ. ശ്യാം ഗോവിന്ദൻ, MB രാജേഷ്, തോമസ് ഐസക് എന്നിവരുടെ ബെനാമിയാണ് രാജേഷ് കൃഷ്ണ എന്നും രാജേഷിന്റെ സ്ഥാപനങ്ങളെ മന്ത്രിമാരടക്കം വഴിവിട്ട് സഹായിച്ചെന്നും ഷർഷാദ് ആരോപിക്കുകയാണ്. MB രാജേഷിന്റെ തെരഞ്ഞെടുപ്പിന് കിങ്ഡം സെക്യൂരിറ്റി 13 ലക്ഷം രൂപ നൽകിയെന്നാണ് മറ്റൊരു ആരോപണമായി ഉന്നയിച്ചിരിക്കുന്നത്. MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ ഉത്തരവ് തള്ളിക്കൊണ്ടുള്ള തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ഉത്തരവിലാണ് മുഖ്യമന്ത്രിക്കെതിരെയും ഗുരുതര വിമർശനമുള്ളത്. ക്ലീൻ ചിറ്റ് മുഖ്യമന്ത്രിയുടെ അംഗീകാരത്തോടെ എന്നാണ് സർക്കാർ കുറിപ്പ്. നിക്ഷേപം തേടി കഴിഞ്ഞ 10 വർഷത്തിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ 25 വിദേശയാത്രകളിൽ കേരളത്തിൽ നിക്ഷേപത്തിനായി ധാരണാപത്രം ഒപ്പുവെച്ചതായി വിവരം. രാഹുൽ മാങ്കൂട്ടം എന്തുകൊണ്ട് ക്രൂശിക്കപ്പെട്ടു? എന്തുകൊണ്ട് വേട്ടയാടപ്പെട്ടു? എന്തുകൊണ്ട് ഈ വിവാദങ്ങൾ വലിയ ചർച്ചയാക്കി നിർത്തി എന്നുള്ളത് തന്നെയാണ് വലിയ ഒരു ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, സഖാക്കളുടെ രാജാവ് പിണറായി വിജയൻ, അടിമകളുടെ യജമാനൻ പിണറായി വിജയൻ, ആടി ഉലയുന്ന കപ്പലിന്റെ കപ്പിത്താൻ പിണറായി വിജയൻ, ആ പിണറായി വിജയന്റെ പരാജയങ്ങൾ, ആ പിണറായി വിജയന്റെ കൊള്ളരുതായ്മകൾ, ആ പിണറായി വിജയന്റെ വീഴ്ചകൾ, LDF-ലെയും CPM-ഉം നേരിടുന്ന വലിയ പ്രതിസന്ധികൾ, ഇതിനെയൊക്കെ മറച്ചു പിടിക്കുവാനുള്ള ഒരു ആയുധമായിരുന്നു പിണറായി വിജയനും സഖാക്കൾക്കും LDF-നും CPM-നും ഒക്കെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന കോൺഗ്രസിന്റെ യുവജന നേതാവ് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പലതിനെയും മറച്ചു പിടിക്കാൻ, കൊള്ളരുതായ്മകളെയും വീഴ്ചകളെയും അന്തർധാരകളെയും ഈ പറയുന്ന RSS-ഉം CPM-ഉം തമ്മിലുള്ള ഡീലുകളും ഒക്കെ മറച്ചു പിടിക്കുവാനുള്ള വലിയ ഒരു ആയുധം തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 20-ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യമായിട്ട് ആരോപണങ്ങൾ മുഖ്യധാര മാധ്യമങ്ങളിലൂടെ പുറത്തു വരുമ്പോൾ അന്ന് മാധ്യമങ്ങളിൽ വളരെ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിരുന്നു കേരളത്തിൽ നടന്നിരിക്കുന്ന വോട്ട് കൊള്ള എന്ന് പറയുന്നത്. എസ്പെഷ്യലി തൃശ്ശൂരിലും ഇടുക്കിയിലും നടന്നിരിക്കുന്ന കള്ള വോട്ടുകളുടെ ഈ പറയുന്ന അതിപ്രസരം എന്ന് പറയുന്നത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിക്കുന്നത് 74,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. തൃശ്ശൂരിൽ ആ വർഷം പുതുതായി ചേർക്കപ്പെട്ട വോട്ടേഴ്സ് ലിസ്റ്റിൽ പുതുതായി ചേർക്കപ്പെട്ട ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 1,16,000-നും മുകളിലാണ്. 1,16,000-ലധികം ആളുകളെ തൃശ്ശൂരിലെ വോട്ടർ പട്ടികയിൽ ചേർക്കപ്പെട്ടു ആ വർഷം എന്ന് പറഞ്ഞാൽ 2024-ലെ വോട്ടർ പട്ടിക അവസാനഘട്ട വോട്ടർ പട്ടിക പൂർത്തീകരിച്ചപ്പോൾ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ മാത്രം 1,14,000-ൽ വരുന്ന ആളുകൾ പുതുതായി ചേർക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന കേരളത്തിൽ 21 പാർലമെന്റ് മണ്ഡലങ്ങളാണുള്ളത്. ഈ 21 പാർലമെന്റ് മണ്ഡലത്തിലും ഇല്ലാത്ത ഒരു പ്രതിഭാസം തൃശ്ശൂരിൽ അന്നുണ്ടായി എന്ന് പറഞ്ഞാൽ 10% വരുന്ന വോട്ടർമാരുടെ വർധനവ് തൃശ്ശൂരിൽ ഉണ്ടായി. കേരളത്തിലെ ബാക്കിയുള്ള 20 പാർലമെന്റ് മണ്ഡലങ്ങളിലും എന്താ പറയേണ്ടത്, ആവറേജ് ഈ പറയുന്ന വോട്ടർമാരുടെ വർധന എന്ന് പറയുന്നത് ആവറേജ് കണക്കിലായിരുന്നു എന്ന് പറഞ്ഞാൽ 4-5% സാധാരണഗതിയിൽ ഉണ്ടാവുന്ന വർധന മാത്രമേ ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ രേഖപ്പെടുത്തിയുള്ളൂ. പക്ഷേ തൃശ്ശൂരിൽ മാത്രം 1,10,000-ന് മുകളിൽ വരുന്ന വോട്ടർമാരുടെ വർധന ഉണ്ടായി. അവിടെയാണ് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുന്നത്, തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് വെറും 74,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ച് കയറിയത് 74,000 വോട്ടിനാണ്. തൃശ്ശൂരിൽ ആ വർഷം പുതുതായി ചേർക്കപ്പെട്ട വോട്ടർമാരുടെ എണ്ണം എന്ന് പറയുന്നത് 1,10,000-ന് മുകളിൽ വരുന്ന വോട്ടർമാരുടെ വർധനവ് തൃശ്ശൂരിൽ ഉണ്ടായി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചു വിടാൻ വേണ്ടിയുള്ള എല്ലാ അന്തർധാരകളും CPM-ഉം RSS-ഉം പിണറായി വിജയനും തമ്മിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് MV ഗോവിന്ദൻ, പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദന്റെ മകന്റെ അവിഹിതമായ സ്വത്ത് സമ്പാദനമാണ്. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഇരുന്ന MV ഗോവിന്ദന്റെ മകൻ ഒരു സുപ്രഭാതത്തിൽ വലിയ നിർമ്മാതാവുന്നു, വലിയ കോടീശ്വരനാകുന്നു. ഈ പണങ്ങളൊക്കെ എവിടെ നിന്ന് വന്നു, എങ്ങനെ സമ്പാദിച്ചു? ഒരു ജോലിയും കൂലിയും ഇല്ലാത്തവനിക്ക് എങ്ങനെയാണ് അയാളുടെ സമ്പാദ്യം ഇത്ര ഇരട്ടിയിലധികമായി വർദ്ധിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്നിടത്താണ് രാഹുൽ മാങ്കൂട്ടം വിഷയം കുത്തിപ്പൊക്കുന്നത് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ CPM-നും പിണറായിക്കും
സഖാക്കൾക്കും അടിമകൾക്കും ഒക്കെ വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ പറയുന്ന കാര്യങ്ങളൊന്നും കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടരുത് എന്നുള്ള വലിയ ഒരു ആഗ്രഹം ഇവർക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ ഇരയാക്കിക്കൊണ്ടുള്ള ഈ വലിയ കളികൾ നടന്നത് എന്നുള്ളത് തന്നെയാണ്. അതിൽ ഒരു തർക്കവും നിങ്ങൾക്കാർക്കും വേണ്ട. അടുത്ത കാര്യം എന്ന് പറയുന്നത് MR അജിത് കുമാർ എന്ന് പറയുന്ന പിണറായി വിജയന്റെ വിശ്വസ്തനായിട്ടുള്ള RSSനും പിണറായി വിജയനും ഇടയിൽ, പിണറായി വിജയന്റെ ഇവരുടെ രണ്ടുപേരുടെയും ഇടയിലുള്ള പാലമായിട്ടുള്ള MR അജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഈ വ്യക്തിയെ തൃശ്ശൂരിലെ പൂരം കലക്കലിലും നിരവധി RSSന്റെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതുമൊക്കെ ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ കത്തി നിൽക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടം വിഷയം കേരളത്തിന്റെ ചർച്ചയിലേക്ക് കടന്നു വരുന്നത്. അതിനിടയിലാണ് ഈ പറയുന്ന MR അജിത് കുമാറിനെ കേരളത്തിന്റെ DGP ആക്കുവാനുള്ള തത്രപ്പാടുകളും നീക്കങ്ങളും ഒരു ഭാഗത്ത് അണിയറയിൽ നടക്കുന്നുണ്ടായിരുന്നു. അതും ചർച്ചയാവരുത് എന്നുള്ളത് ഈ പറയുന്ന പിണറായി വിജയനും സഖാക്കളും ആഗ്രഹിച്ച കാര്യമാണ്. അടുത്തത് എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ 5 വർഷം പിണറായി വിജയന്റെ രണ്ടാം തവണയും മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ നടത്തിയ 25 വിദേശ യാത്രകളാണ്. ഈ പറയുന്ന കേരളത്തിലേക്ക് നിക്ഷേപകരെ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിനാണ് വിദേശയാത്രകൾ നടത്തുന്നത് എന്നുള്ളതാണ് സഖാക്കളുടെയും അടിമകളുടെയും അവകാശവാദം. അങ്ങനെ നടത്തിയ 25 വിദേശയാത്രകളിൽ നിന്ന് ഒരൊറ്റ നിക്ഷേപകനെ പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോ പിണറായി വിജയൻ എന്തിനാണ് ഈ ഇത്രയും വിദേശ യാത്രകൾ നടത്തിയത് എന്നുള്ള ചോദ്യം വരികയാണ്. കേരളത്തിന്റെ പൊതു ഖജനാവിൽ നിന്ന് പണം കൊള്ളയടിച്ചുകൊണ്ട് മുടക്കി ചെലവാക്കിക്കൊണ്ട് എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വിദേശയാത്രകൾ നടത്തിയത് എന്നുള്ള ചോദ്യങ്ങൾ വരുന്നിടത്തു നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉയർന്നു വരുന്നത്. അത് വളരെ പ്ലാൻഡ് ആയിരുന്നു എന്ന് പറയാനുള്ള കാരണം MV ഗോവിന്ദന്റെ മകനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന കത്ത് വിവാദം ചർച്ചയാകുന്ന അവസരത്തിൽ കണ്ണൂരിൽ നിന്നുള്ള സഖാക്കളുടെ നേതാവായിട്ടുള്ള P ജയരാജൻ അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന കത്ത് വിവാദത്തിന് അല്പായുസ് മാത്രമേ ഉള്ളൂ, 3-4 ദിവസങ്ങൾ കൊണ്ട് ഇത് കെട്ടടങ്ങുമെന്നുള്ളത്. ആ 4ാമത്തെ ദിവസമാണ് രാഹുലിനെതിരെയുള്ള ആരോപണങ്ങൾ പുറത്തു വരുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണമായിട്ട് ഈ സ്ത്രീകൾ മുന്നിൽ വരുന്നത്. അപ്പോ ഇതൊക്കെ വളരെ കരുതിക്കൂട്ടി വളരെ വ്യക്തമായ പ്ലാനുകളോടുകൂടി ആസൂത്രണം ചെയ്ത് മനസ്സിൽ ഉറപ്പിച്ച കാര്യമായിരുന്നു. സർക്കാരും സഖാക്കളും പ്രതിസന്ധിയിലാവുന്ന കാലത്ത് അങ്ങനെ ഒരു ഘട്ടത്തിൽ എന്ത് ചെയ്യണം, ആരെയെങ്കിലും ഇങ്ങനെ കുരുതി കൊടുക്കണം എന്നുള്ളത് ഇവർ തീരുമാനിച്ചുറപ്പിച്ചതായിരുന്നു. അതിന്റെ പ്രതിഫലനമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ അത്രയും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇനി ഈ പറയുന്ന ആരോപണങ്ങളെ, അല്ലെങ്കിൽ രാഹുലിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളെ ഒന്ന് ജെന്യൂനാണ് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പത്തനംതിട്ടയിൽ നിന്ന് CPIയുടെ ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടുള്ള ശ്രീനാദേവിയെ സമീപിക്കുന്നത്. ആ ശ്രീനാദേവിയെ സമീപിച്ചുകൊണ്ട് നിങ്ങൾ സാങ്കല്പിക ഇരയാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവരെ സമീപിച്ചത് എന്തിനെന്ന് വെച്ചാൽ അത്തരത്തിൽ ഇതിനൊരു ജെന്യൂനിറ്റി, ഇതിനൊരു റിയാലിറ്റി, ഈ ആരോപണങ്ങൾ ജനങ്ങൾ വിശ്വസിക്കണം, അത്തരത്തിലുള്ള ഒരു ആരോപണമാക്കി മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും നടന്നു. അതുകൊണ്ട് തന്നെയാണ് അന്ന് വരെ കാണാതെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട്, ആദ്യമായിട്ട് ക്യാമറയിൽ മുന്നിൽ നിന്നുകൊണ്ട് ഞാൻ കേരളത്തിലെ അറിയപ്പെടുന്ന ലേഡി സൂപ്പർ സ്റ്റാർ ആണ് എന്ന് ഈ പറയുന്ന ആരോപണം ഉന്നയിച്ച സ്ത്രീക്ക് പറയേണ്ടി വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോ ഈ ആരോപണങ്ങൾ അത്രയും രാഹുലിനെ മാത്രമല്ല ഉന്നം വെച്ചിരിക്കുന്നത്. രാഹുൽ ഒരു ചെറിയ മീനായിരുന്നില്ല, അത് വലിയ മീനായിരുന്നു. കാരണം കഴുകന്മാർക്ക് കൊത്തി 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 തിന്നുവാൻ ആവോളം വേണ്ട വിധം ഉള്ള ഒരു സുഭിക്ഷമായ ഭക്ഷണമായിരുന്നു രാഹുൽ മാങ്കൂട്ടം. അതുകൊണ്ട് തന്നെയാണ് രാഹുലിനെതിരെയുള്ള ഈ ആരോപണങ്ങൾ ഇത്രയധികം ചർച്ചയാക്കി നിലനിർത്തിയതും ഈ പറയുന്ന സഖാക്കളുടെ നിർദ്ദേശപ്രകാരം അവരുടെ PR ഏജൻസികളായി പ്രവർത്തിക്കുന്ന കേരളത്തിലെ ചില മാധ്യമങ്ങൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അത് തന്നെയാണ് ഇന്നലെ ശ്രീനാദേവി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതും. തന്നെ
ഈ സാങ്കല്പിക ഇരയാക്കാൻ വേണ്ടി ശ്രമിച്ച് തന്നെ സമീപിച്ചത് കേരളത്തിലെ മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന റിപ്പോർട്ടർ ടിവിയിലെ ഒരു മാധ്യമ പ്രവർത്തകയാണ് എന്ന് അവർക്ക് തുറന്നു പറയേണ്ടി വന്നത്. എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടത്തിയിരിക്കുന്ന ഈ പറഞ്ഞ വേട്ടയാടൽ, ഈ പറഞ്ഞ ആക്രമണം എന്ന് പറയുന്നത് അത് സർക്കാരിന്റെ കൊള്ളരുതായ്മകൾ മറച്ചു പിടിക്കുവാനുള്ള ഒരു തത്രപ്പാടായിരുന്നു എന്നുള്ളത് നമ്മൾക്ക് നിസ്സംശയം ഉറപ്പിക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ്. പക്ഷേ എത്രയൊക്കെ മറകൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും, എത്രയൊക്കെ കാപട്യം തുറന്ന് മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും ജനം ഇതൊക്കെ തുറന്നു കാട്ടുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും ഒരു തർക്കവും വേണ്ട കേട്ടോ. ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും അത് കഴിഞ്ഞിട്ട് നടക്കാൻ പോകുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പും പിണറായി വിജയന്റെ സർക്കാരിന്റെ ശവപ്പെട്ടിയിലുള്ള ആണിയടിക്കലിന്റെ അവസാനമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട.